സഹരാമേണ ചിന്തയന്തം സദാം ശിവം. ഇനി ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ബാഹ്യകാര്യങ്ങൾ അതിൽ കുറേ വ്യക്തിയമായിട്ടുണ്ട്, ധാർമ്മികമായിട്ടുണ്ട്, അഗ്നിഹോത്രാദി കർമ്മങ്ങളുണ്ട്, കളിയുണ്ട്, ചിരിയുണ്ട്, കുളിയുണ്ട്, കുട്ടികളെ ലാളിക്കലുണ്ട്, ഒക്കെ കഴിഞ്ഞു. ഇനിയോ ഗൗരവമുള്ള കാര്യം പറയാൻ. പുത്രാണാം ദുഹിതൃണാം ച കാലേ വിദ്യുപയാപനം ദാരൈഹി വരൈഹി തത്സദൃശൈഹി കൽപ്പയന്തം വിഭൂതിഭിഹി. 16,008 ധർമ്മപത്നിമാരാ. അപ്പം അതിലൊക്കെ കുട്ടികളുണ്ടായി കാണും. ആ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളും ഉണ്ട്, ആൺകുട്ടികളും ഉണ്ട്. പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുക്കണം, ആൺകുട്ടികളെയോ അവർക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവരണം. ഇത് ഉപായപ്പെട്ട കാര്യമാണ്. ഒരു വീട്ടിലുള്ള 2 കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾക്കറിയാം. അപ്പം കൃഷ്ണന്റെ ഗൃഹസ്ഥ ജീവിതത്തിൽ എന്തായിരിക്കണം? അപ്പൊ പുത്രാണാം ദുഹിതൃണാം ച കാലേ വിദ്യുപയാപനം. അതാത് കാലം വരുമ്പോൾ ആ കാലത്തിനനുസരിച്ച് കുട്ടികൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരണം, കല്യാണം കഴിച്ച് കൊടുക്കും വേണം. അതിന് പറ്റിയ വധൂവരന്മാരെ കണ്ടുപിടിക്കണം. ഇത് വലിയൊരു കാര്യമാണ്. അത് കണ്ടുപിടിക്കുമ്പോഴോ ഓരോ കുട്ടിക്കും ആ കുട്ടിയുടെ യോഗ്യത അനുസരിച്ച് സദൃശന്മാരായിരിക്കുന്ന പാർട്ട്നേഴ്സിനെയാണ്, പങ്കാളികളെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിന് ഭാഗത്ത് കൂടിയാലോചന, ജാതകം നോക്കൽ, ഇങ്ങനെ പല കാര്യങ്ങളുമായി പലതുമായി അങ്ങനെ നടക്കണു. അങ്ങനെ നടത്തുന്ന സമയത്ത് മുറപ്രകാരം വിധിപ്രകാരമാണ് ഇവരുടെ ഓരോരുത്തരെയും കല്യാണം കഴിച്ചിരിക്കുന്നത്. പുത്രാണാം ദുഹിതൃണാം ച കാലേ വിദ്യുപയാപനം. അത് നേരം വൈകിച്ചൂടാ, അതിന് സമയമുണ്ട്. നിങ്ങൾ സമയത്തിന് കല്യാണം കഴിച്ചില്ലെങ്കിലോ നല്ല കുട്ടികളെ കിട്ടില്ല. അവർ സാധാരണ ഒരു 25-30 വയസ്സിൻ്റെ ഇടയിൽ കല്യാണക്കാരൊക്കെ കല്യാണം കഴിക്കും. 30 കഴിഞ്ഞു, 35, 40 എന്ന് കഴിഞ്ഞാൽ ഈ വേണ്ടാന്ന് വെച്ചിട്ടുള്ളതൊക്കെ കിട്ടുള്ളൂ. പിന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തവരും തള്ളിക്കളഞ്ഞതും അങ്ങനെയുള്ളവരുണ്ടല്ലോ. ശരിക്ക് കല്യാണം കഴിക്കുമ്പോൾ ആ സമയത്ത് കഴിക്കണം. കാലേ വിദ്യുപയാപനം, വിധിക്കനുസരിച്ച്. ദാരൈഹി വരൈഹി തത് സദൃശൈഹി, വധൂവരന്മാരെ സദൃശന്മാരായി തെരഞ്ഞെടുത്ത് കൽപ്പയന്തം വിഭൂതിഭിഹി, അവരെ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയക്കുക. ദ്വാരകയിലത്തെ ഒരു പെൺകുട്ടിക്കാ കല്യാണം. അത് ഷൂ എന്ന് പറഞ്ഞ് കഴിച്ചാൽ ആരെങ്കിലും സമ്മതിക്കുമോ? ആ ദ്വാരകയുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് വേണം അവിടെ കല്യാണം ഏർപ്പെടുത്താൻ. അപ്പോൾ ഒരു കല്യാണത്തിന് എന്തൊക്കെ വ്യവസ്ഥ വേണം നിങ്ങൾ ആലോചിക്കൂ. അങ്ങനെ 16,008 പേരിലുള്ള കുട്ടികളാണ്. അതിൽക്കൊക്കെ കല്യാണം കഴിപ്പിക്കണം എന്ന് വെച്ചാൽ ആ ഗൃഹസ്ഥ ജീവിതത്തിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ പ്രാഗൽഭ്യവും പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെയുള്ള കൃഷ്ണനെ കണ്ടു. എന്നിട്ടോ പ്രസ്ഥാപനോപാനയനൈഹി അപത്യാനാം മഹോത്സവാൻ, ഇവരെ കല്യാണം കഴിപ്പിക്കുന്നതും പറഞ്ഞയക്കണതും കൊണ്ടുവരുന്നതും ഒക്കെ വലിയ, ഇന്നത്തെ കാലത്ത് ഒരു റിസപ്ഷൻ ഉണ്ടല്ലോ. നിങ്ങൾ എത്ര രൂപയാണ് റിസപ്ഷന് ചിലവാക്കുന്നത്? നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നാൾ മദ്രാസിൽ നിന്ന് ചിലർ വിളിച്ച് പറയുക, അവിടെയും ഹാള് കിട്ടാനില്ല, ഇവിടെയും ഹാള് കിട്ടാനില്ല, 2ാം തരം ഹാളിനും കൂടി 2 ലക്ഷം രൂപ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതൊരു വലിയ ഉത്സവം പോലെ നടത്തേണ്ട കാര്യമാണ്. അപ്പോൾ ദ്വാരകയിൽ എന്നും ഉത്സവ ഈ കാര്യത്തിനെ ചൊല്ലി. പ്രസ്ഥാപനോപാനയനൈഹി, എല്ലാവരെയും പ്രസ്ഥാപനം പറഞ്ഞയക്കണം, ഉപാനയനം അവരെ കൊണ്ടുവരണം. അപത്യാനാം മഹോത്സവാൻ, ഇത് കൊണ്ടുപോകലും പറഞ്ഞയക്കലും കൊണ്ടുവരലും രണ്ടും തന്നെ വലിയ ഉത്സവമാണ്. അത് ഉപായപ്പെട്ടതോ മഹോത്സവാൻ, ദ്വാരകയിൽ നടക്കുന്നതാണ് വലിയ മഹോത്സവം. വീക്ഷ യോഗേശ്വരേശസ്യ യേഷാം ലോകാഭിസിസ്മിരേ, ദ്വാരകയിൽ മുറയ്ക്ക് നടക്കണു ഇങ്ങനെയുള്ള പ്രസ്ഥാപനവും ഉപാനയനവും ഒക്കെ. ഇത് കണ്ടിട്ട് 4 ഭാഗത്തുമുള്ള ആൾക്കാരെല്ലാവരും വിസിസ്മിരേ എന്നാ പറയുന്നത്, അത്യധികം വിസ്മയപ്പെട്ടു. യജന്തം സകലാൻ ദേവാൻ ക്വാഭി ക്രതുഭിരൂർജിതൈഹി പൂർത്തയന്തം ക്വചിദ്ധർമ്മം കൂപാരാമഠാധിഭിഹി. ഒറ്റെണ്ണം വിട്ടുകളഞ്ഞിട്ടില്ല. ഇഷ്ടാപൂർത്തം എന്നാണ് വേദങ്ങൾ വിധിച്ചിട്ടുള്ളതിന് പറയാ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അഗ്നികർമ്മങ്ങളാണ് ഇഷ്ടങ്ങൾ മുഴുവനും. പൂർത്തങ്ങൾ എന്ന് പറഞ്ഞാലോ സമാജത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന ഉപകാരപ്രവൃത്തികളാണ്. ഇങ്ങനെ 2 എണ്ണം ഒരുപോലെ വേദം വിധിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഇഷ്ടത്തിൽപ്പെട്ടതാണ് യജന്തം സകലാൻ ദേവാൻ ക്വാഭി ക്രതുഭിരൂർജിതൈഹി, എല്ലാ ദേവന്മാരെയും ഇന്ദ്രചന്ദ്രാദികളെ മുഴുവനും. ഇപ്പം ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരിക, നന്ദഗോപര് ചെയ്തപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞ് തടഞ്ഞിട്ടുള്ള ആളാണ്. ആ ആളാണ് ഇപ്പോൾ ഗൃഹസ്ഥ ജീവിതത്തിൽ എല്ലാ ദേവന്മാരെയും യജനം ചെയ്യുന്നത്. യജന്തം സകലാൻ ദേവാൻ ക്വാഭി ക്രതുഭിരൂർജിതൈഹി. യജ്ഞം, യാഗം, ക്രതു എന്നൊക്കെ പറയുന്നത് അഗ്നിസാക്ഷികമായി അഗ്നിസാക്ഷികമല്ല, അഗ്നിയെ കൂട്ടുപിടിച്ച് ചെയ്യുന്ന അഗ്നികർമ്മങ്ങളാണ്, യജനങ്ങളാണ്. അങ്ങനെ ക്രതുക്കളും ഊർജിതങ്ങൾ, വളരെ വിപുലമായതും ശക്തിയായതും വർണ്ണബഹുലമായിട്ടുള്ളതും ശബളമായിട്ടുള്ളതുമായ ക്രതുക്കൾ കൊണ്ട് ദേവന്മാരെയെല്ലാം യജിച്ചുകൊണ്ടിരുന്നു. അത് ദേവയജനം കൊണ്ട് മാത്രം നിർത്തിയില്ല. പൂർത്തയന്തം ക്വചിദ്ധർമ്മം,
കൂപാരാമ മഠാധിപി. ഇതാണ് പൂർത്തം എന്ന് പറയുന്നത്. എന്തൊക്കെയാത്? പൂർത്തയന്തം ക്വചിദ്ധർമ്മം കൂപ ആരാമ മഠാധിപിഹി. പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതുകിണറുണ്ടാക്കുക, അവർക്ക് വേണ്ടി പാർക്കുകളും വിശ്രമസ്ഥലങ്ങളും ഉദ്യാനങ്ങളും ഉണ്ടാക്കുക, ആശ്രമങ്ങൾ സ്ഥാപിക്കുക, രാത്രികാലത്ത് തങ്ങാനുള്ള കേന്ദ്രങ്ങൾ, സത്രങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുക. യജന്തം സകലാൻ ദേവാൻ ക്വാപി ക്രതുഭിരൂർജിതൈഹി പൂർത്തയന്തം ക്വചിദ്ധർമ്മം കൂപാരാമ മഠാധിപിഹി. ചരന്തം മൃഗയാ ക്വാപി ഹയമാരുഹ്യ സൈന്ധവം ഗ്രന്ഥം തതഃ പശൂന്മേധ്യാൻ പരീതം യദുഭുങ്കവൈഹി. വേദവ്യാസ മഹർഷി എന്ത് പറയാനാ? ചരന്തം മൃഗയാ ക്വാപി. ഇടയ്ക്കിടയ്ക്ക് നായാട്ടിന് പോകുന്ന കൃഷ്ണനെ കാണുന്നു. ഹയം ആരുഹ്യ സൈന്ധവം. സിന്ധു പ്രദേശത്തിൽ നിന്നാണ് ഒന്നാന്തരം കുതിരകൾ അന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് കുതിരകൾ ഏതാ നല്ലതെന്ന് എനിക്കറിയില്ല. വിദേശത്തിൽ നിന്നൊന്നും അന്ന് ഇമ്പോർട്ട് ചെയ്യില്ലല്ലോ. അപ്പൊ സിന്ധു സൈന്ധവ കുതിരകൾ, ഒന്നാന്തരം കുതിരകളിൽ കയറി മൃഗയാ ക്വാപിചരന്തം. ചിലയിടത്ത് ചെന്നപ്പോൾ കൃഷ്ണൻ നായാട്ടിന് പുറപ്പെടുകയാണ്. ഗ്രന്ഥം തതഃ പശൂന്മേധ്യാൻ പരീതം യദുഭുങ്കവൈഹി. യദുശ്രേഷ്ഠന്മാരോടുകൂടി നായാട്ടിന് പോയി അവിടെ സൗമ്യശീലരായിരിക്കുന്ന ചില പശുക്കളെ, പശു എന്ന് പറഞ്ഞാൽ നമ്മുടെ കറപ്പശു എന്നല്ല അതിനർത്ഥം, അല്ലാതെ പുല്ല് തിന്നൊക്കെ ജീവിക്കുന്ന സസ്യഭക്ഷണമുള്ളതായ മൃഗങ്ങളെ കൊന്നു. മേധ്യാൻ, നല്ല ശുദ്ധമായിരിക്കുന്ന ഒരു തകരാറും ചെയ്യാത്ത മൃഗങ്ങളെയും കൂടി കൃഷ്ണൻ കൊന്നുകൊണ്ടിരുന്നു അത്രേ നായാട്ടിന്റെ ഭാഗമായി. അവ്യക്തലിംഗം പ്രകൃതിഷു അന്തഃപുരഗൃഹാദിഷു. പിന്നെ ചില സ്ഥലത്ത് ചെന്നപ്പോ എന്താ കണ്ടത്? അവ്യക്തലിംഗം പ്രകൃതിഷു അന്തഃപുരഗൃഹാദിഷു ക്വചിച്ചരന്തം യോഗേശം തത്തത് ഭാവ ബുഭുത്സയാ. പ്രച്ഛന്ന വേഷനായി സഞ്ചരിക്കുന്നത് ഒരു അത്യാവശ്യമാണ്. രാജഭരണം സമർത്ഥമാകുന്നത് എപ്പോഴാ? രാജാവ് എപ്പോൾ നോക്കിയാലും എവിടെ വേണമെങ്കിലും വന്നെത്തുന്ന ഒരു ബോധം പ്രജകൾക്ക് വേണം, പേടിയും വേണം. അപ്പൊ രാജാവ് പ്രച്ഛന്ന വേഷനായി വേഷം മാറി സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ചാരന്മാരെ പറഞ്ഞയക്കുന്നത് ഒരു വക, താൻ സ്വയം തന്നെ വേഷം മാറി സഞ്ചരിക്കുന്നത് വേറെ ഒന്ന്. അങ്ങനെ വേഷം മാറി സഞ്ചരിക്കുക. എവിടേക്കാ പോവാ? അന്തഃപുരഗൃഹാദിഷു. സ്ത്രീകൾ താമസിക്കുന്ന അന്തഃപുരത്തിലും കൂടി ചെല്ലുവത്രേ സ്ത്രീ വേഷം ഇട്ടുകൊണ്ട്. അവിടെ പോയി അവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ രാജാവിനെ പറ്റി, കൃഷ്ണനെ പറ്റി ആരെന്ത് പറയുന്നു? എന്തെങ്കിലും ചെവിക്കൊള്ളേണ്ടതുണ്ടോ? മുൻകരുതലായിട്ട് വല്ലതും എടുക്കണോ? ശിക്ഷാരൂപത്തിൽ വല്ലതും ചെയ്യണോ? അങ്ങനെ 4 ആളെ ശിക്ഷിച്ചു, അല്ലെങ്കിൽ 4 കാര്യം മനസ്സിലാക്കിയ അതേ മിണ്ടരുത് കേട്ടോ. കൃഷ്ണൻ എവിടെ വേണമെങ്കിലും അവിടെ എത്തും. വേഷം മാറി വരാൻ വിരോധമില്ല. സൂക്ഷിച്ചോ, പെറുപിറുത്താലും കൂടി അറിയും എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കണം. അവ്യക്തലിംഗം പ്രകൃതിഷു അന്തഃപുരഗൃഹാദിഷു ക്വചിച്ചരന്തം യോഗേശം. ആരായി സഞ്ചരിക്കണം? എങ്ങനെ? യോഗചക്രവർത്തി, യോഗേശനായിരിക്കുന്ന കൃഷ്ണനാണ്. തത്തത് ഭാവബുഭുത്സയ. ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിൽ കഴിയുന്ന, പുറമേ അറിയാതെ ഉള്ളിൽ കഴിയുന്ന ചിന്തകൾ മണത്തറിയാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള പ്രച്ഛന്നവേഷ സഞ്ചാരം. അഥോ വാച ഹൃഷീകേശം നാരദ പ്രഹസന്നിവ യോഗമായോദയം വീക്ഷ്യ മാനുഷീം ഈയുഷോഗതിം. ഇത്രയും കണ്ടു ആര്? നാരദ മഹർഷി. നിങ്ങളും കണ്ടില്ലേപ്പോ? നാരദ മഹർഷി കണ്ടു എന്ന് വേദവ്യാസ മഹർഷി വിവരിക്കുന്നു. ആ വിവരിക്കുന്നത് കേട്ടിട്ട് കൃഷ്ണന്റെ ദ്വാരകയിൽ ഉള്ള ഗൃഹസ്ഥ ജീവിതത്തിന്റെ ഒരു എത്തിനോട്ടം നിങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടുവോ? എന്താ തോന്നണത്? നിങ്ങൾ ആരാധിക്കുന്ന കൃഷ്ണൻ വെറും ഓടക്കുഴൽ കൃഷ്ണനാണോ? മയിൽപീലി കൃഷ്ണനാണോ? അതോ ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് അതിബൃഹത്തും സങ്കീർണവും സമഗ്രവുമായിരിക്കുന്ന ഒരു മനുഷ്യ വ്യക്തിത്വമോ? അദ്ദേഹത്തിന്റെ പ്രഭാവം എത്ര വേണം? ഇത്രയധികം ഗൃഹങ്ങളിൽ ഒറ്റയ്ക്ക് ഒരാൾ വേറെ ഒരാളെ അറിയാതെ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് എല്ലാവരോടും കൂടി ജീവിച്ച് ബഹുമുഖമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്ത് തൻ്റെ ഗൃഹകാര്യം, സമാജകാര്യം, ഭരണകാര്യം, ഹാസ്യം, ലീല, നേരമ്പോക്ക്, കുളി എല്ലാം കൂടി എന്തൊക്കെ നടത്തണം ഇവിടെ. അപ്പോൾ ഒരു പൂർണ്ണ ജീവിതത്തിൽ ഒന്നിനെയും വിട്ടുകളയാൻ പറ്റില്ല എന്ന്. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് അത് പറ്റില്ല, ഇത് പറ്റില്ല എന്നൊന്നും പറയരുത്. നിങ്ങളുടെ മനസ്സ് വിസ്തൃതമാവട്ടെ, വിശാലമാകട്ടെ. എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ, എല്ലാറ്റിനും ഒരു സ്ഥാനം നിങ്ങളുടെ മനസ്സിൽ കൊടുക്കണം. ശരീരത്തിലല്ല, മനസ്സിൽ കൊടുക്കണം. ഇതൊക്കെ കണ്ടതിന് ശേഷം അഥോ വാച ഹൃഷീകേശം നാരദ പ്രഹസന്നിവ. ചിരിച്ചുകൊണ്ടാണത്രേ നാരദൻ ഇതൊക്കെ കണ്ടതിന് ശേഷം ഹൃഷീകേശനോട് പറഞ്ഞത്. എന്നാ ഹൃഷീകേശ ശബ്ദത്തിനർത്ഥം? ഹൃഷീകാണാം ഇന്ദ്രിയാണാം ഈശഃ ഹൃഷീകേശ. എൻ്റെ അപ്പ 16,008 ഭാര്യമാരോടുകൂടി എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും അഭിലാഷങ്ങൾ നിറവേറ്റിക്കൊണ്ട് അതേസമയം അതിൻ്റെ പേരിൽ തൻ്റെ ഭരണകൃത്യത്തിനോ രാജകൃത്യത്തിനോ ലോകസംഗ്രഹ ദൗത്യത്തിനോ ഒരു കോട്ടവും വരാതെ എല്ലാം വേണ്ടതുപോലെ നോക്കിക്കൊണ്ട്
ഒരു കോട്ടവും കൂടാതെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് എളുപ്പമല്ല. ഇതൊക്കെ ഒരു ഗൃഹമല്ലാപ്പാ, മാറി 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 ഓരോരുത്തർ ഒരു വീട്ടിൽ നടക്കുന്നത് ഇനിയൊരു വീട്ടുകാർക്ക് അറിയില്ല. എല്ലാം അറിയാൻ വേണ്ടി ഗൂഢമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു കൃഷ്ണനാ. അപ്പോ എത്രമാത്രം ഇന്ദ്രിയ സ്വാധീനം വേണം, എത്രമാത്രം പ്രത്യുത്പന്ന മതിത്വം മനസ്സിലുണ്ടാവണം, എത്ര സൂക്ഷ്മതയും വിശേഷബുദ്ധിയും വേണം തൻ്റെ ബുദ്ധിക്ക്. ഇതൊക്കെ കണ്ടിട്ട് പ്രഹസന്നിവ ഹൃഷീകേശം അഥ ഉവാച നാരദ യോഗമായോദയം വീക്ഷ്യ. ഈ കണ്ടത് മുഴുവൻ മനുഷ്യമായല്ല, ഇത് യോഗമായ തന്നെയാ. മനുഷ്യ സഹജമായിരിക്കുന്ന ഒരു പ്രവൃത്തിയോ ഒരു ദിനചര്യയോ അല്ലാതെ ഇത് വലിയ ഒരു യോഗശക്തി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അത് കണ്ടിട്ട് മാനുഷീം ഈയുഷോഗതിയും, മനുഷ്യ ശരീരത്തിലാണ് കൃഷ്ണൻ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ചെയ്യുന്നത് മുഴുവൻ കണക്കിലെടുത്താൽ അത് മനുഷ്യാതീതമായിരിക്കുന്ന ഒരു വൈഭവമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അത്രേ, നാരദ മഹർഷി, വിദാമയോഗമായാസ്തേ ദുർദർശ അഭിമായിനാം യോഗേശ്വരാത്മൻ നിർഭാത ഭവത്പാദനിഷേവയാ. ഭവത്പാദനിഷേവയാ, അങ്ങയുടെ പാദങ്ങളെ സേവിക്കുന്നത് കൊണ്ട് നാരദൻ എപ്പോഴും ഹരിഭജനം ചെയ്ത് നടക്കുന്ന ആളാണല്ലോ. ഹരിഭജനം എന്ന് പറഞ്ഞാൽ കൃഷ്ണഭജനം, ഹരിയാണല്ലോ കൃഷ്ണൻ. അങ്ങനെ ഭവത്പാദനിഷേവയ യോഗേശ്വരാത്മൻ, ഹേ യോഗേശ്വര ആത്മൻ. നാരദ മഹർഷിയുടെ അഭിസംബോധന ശ്രദ്ധിക്കണം. ഹേ യോഗേശ്വര. സാധാരണക്കാരെ കൊണ്ട് ഇത് സാധിക്കില്ല. മനസ്സിന് നല്ല നിയന്ത്രണം വേണം, ബുദ്ധിക്ക് നല്ല പരമജ്ഞാനം വേണം, ഇന്ദ്രിയങ്ങൾക്ക് നല്ല അടക്കം വേണം, എന്തും ചെയ്യാനുള്ള കെൽപ്പ്, സാമർഥ്യം, സമത്വം എല്ലാം വേണം. അങ്ങനെയുള്ള ഒരാളാണ് യോഗേശ്വര ആത്മൻ. വിദാമയോഗമായാസ്തേ ദുർദർശ അഭിമായിനാം. മായാവികൾക്ക് പോലും കാണാൻ സാധിക്കാതെ ദുർദർശമായിരിക്കുന്ന അങ്ങയുടെ യോഗമായകളെ ഞാൻ കണ്ടു. അങ്ങയുടെ പാദങ്ങളെ സേവിക്കുന്നതിനാൽ അനുജാനീഹി മാം ദേവ ലോകാംസ്തേ യശസാപ്ലുതാൻ പര്യടാമി തവോദ്ഗായൻ ലീലാം ഭുവന പാവനീം. എന്നിട്ട് നാരദ മഹർഷി പറയാണ്, അനുജാനീഹി മാം ദേവ, എനിക്ക് അനുജ്ഞ നൽകണേ കൃഷ്ണ പരമാത്മാവേ. ഞാൻ കണ്ടു. ഞാൻ വാസ്തവത്തിൽ ഇവിടെ സംശയിച്ചു വന്നതല്ല, ഉത്കണ്ഠ കൊണ്ട് വന്നതാ, ക്യൂരിയോസിറ്റി കൊണ്ട്. നേരിൽ കണ്ടാൽ ഈ കേൾക്കുന്നത് പോലെയല്ലല്ലോ, അതിന് കൂടുതൽ അനുഭവം ഉണ്ടല്ലോ, മനസ്സിൽ പതിഞ്ഞു നിൽക്കും. അതൊക്കെ കണ്ടിട്ട് എനിക്ക് പരമസന്തോഷമായി. എനിക്ക് പരമസന്തോഷം തോന്നുന്നത് മാതിരി ബാക്കിയുള്ളവർക്കും സന്തോഷമുണ്ടാവണം. അതെങ്ങനെ സാധിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് എന്തു വേണം? അനുജാനീഹി മാം ദേവ, ഹേ ദേവ, എനിക്ക് അനുജ്ഞ തന്ന് പറഞ്ഞയക്കൂ. ലോകാംസ്തേ യശസാപ്ലുതാൻ. അങ്ങയുടെ കീർത്തി ഇപ്പം തന്നെ പരന്നിരിക്കുന്നു. പക്ഷെ ആ കീർത്തിയുടെ ഒരു വശം മാത്രമേ അവർക്ക് അറിയുള്ളൂ, അതിൻ്റെ ഉൾവശം അറിയില്ല. ആ ഉൾവശം ഇപ്പം ഞാൻ പോയി എല്ലായിടത്തും പറഞ്ഞ് അങ്ങോട്ട് പരത്തുകയാണ്. ഈ ടെലിവിഷൻ സംപ്രേഷണത്തിനെ പോലെ ഞാൻ സർവ്വദിക്കിലും പോയി പറഞ്ഞ് പരത്താൻ പോവാ. ഞാൻ കണ്ടു, ദ്വാരകയ്ക്ക് പോയി, അനവധി ഭവനങ്ങളിലേക്ക് ഞാൻ ചെന്നു. ഓരോ ഭവനത്തിലും കണ്ട കൃഷ്ണൻ വേറെ വേറെ കൃഷ്ണനായിരുന്നു. ആദ്യത്തെ കൃഷ്ണനല്ല രണ്ടാമത്തെ കൃഷ്ണൻ, ആദ്യത്തെ പ്രവൃത്തിയല്ല രണ്ടാമത്തെ കൃഷ്ണൻ ചെയ്യുന്നത്. അങ്ങനെ ബഹുമുഖമായിരിക്കുന്ന പ്രവൃത്തി, അതിൽ വ്യക്തിഗതമായി, സമാജീയമായി, ഗൃഹസംബന്ധമായി, പത്നി സംബന്ധമായി, പുത്രസംബന്ധമായി, പല വിധത്തിൽ ഭരണസംബന്ധമായി പല കാര്യങ്ങളും അതിലുണ്ട്. എങ്ങനെയാ അത് കൃഷ്ണൻ നടത്തുന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ സംഗതി നടക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കാം. ഇപ്പോൾ ഓൾറെഡി അങ്ങയുടെ യശസ് ധാരാളം നിറഞ്ഞിരിക്കുന്നു ലോകത്തിൽ, വെള്ളപ്പൊക്കം പോലെ. അനുജാനീഹി മാം ദേവ ലോകാംസ്തേ യശസാപ്ലുതാൻ പര്യടാമി തവോദ്ഗായൻ. ഞാൻ അവിടെ സഞ്ചരിക്കാൻ പോവാണ്. അങ്ങയുടെ യശസ് നിറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണ പരമാത്മാവ് ദ്വാരകാവാസി, ഇങ്ങനെ ഒരു പേരെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ ആൾ എന്ത് തരക്കാരന്, എന്തൊക്കെയാ ദ്വാരകയിൽ നടക്കണത് എന്നുള്ളത് അവർക്ക് അറിയില്ല. അത് ഞാനിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എങ്ങനെ? തവോദ്ഗായൻ ലീലാം. അങ്ങ് ഒരു കളിയായിട്ടാണ് ഇത് മുഴുവൻ നടത്തുന്നത്, ഒരു ലീലാ വിനോദമായിട്ടാണ്. ആ ലീലകളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എല്ലാവർക്കും. എന്താ കാരണം? ഭുവന പാവനീം. ഈ ഭുവനത്തെ മുഴുവൻ പവിത്രമാക്കി തീർക്കുന്നതാണ് അങ്ങയുടെ ഈ ലീല. മുഴുവനും പവിത്രമാക്കി തീർക്കുന്നതാണ്. ഈ ലോകത്തിൽ പല മനുഷ്യരും ജനിക്കും. അവർക്ക് എല്ലാവർക്കും ഓരോ ചരിതവും ഓരോ ജീവിതയാത്രയും ഉണ്ടാവും. ആ ജീവിതയാത്ര ലോകത്തിന് ശുദ്ധപ്പെടുത്തുന്നതാണെന്ന് വിചാരിക്കരുത്. അനവധി ജീവിതയാത്രകൾ ഈ ലോകത്തിന് മലീമസമാക്കുന്നതാണ്.
അതിൻ്റെ ഇടയിൽ ചില മഹജ്ജീവിതങ്ങൾ ഉണ്ടാവും, ധന്യജീവിതങ്ങൾ, ദിവ്യജീവിതങ്ങൾ ഉണ്ടാവും. സജ്ജനങ്ങളുടെയും മഹാത്മാക്കളുടെയും ദിവ്യാവതാരങ്ങളുടെയും എല്ലാം ജീവിതം കാണാം. ആ ജീവിതം കൊണ്ട് മാത്രമേ ഈ ഭുവനത്തിന് ഒരു പരിശുദ്ധി, ഒരു പവിത്രത, ഒരു ദിവ്യവത്കരണം അതുണ്ടാവുന്നത് അതിൽ നിന്ന് മാത്രമാണ്. ശ്രീകൃഷ്ണൻ്റെ ജന്മം അങ്ങനെയൊന്ന്. ഒരു പക്ഷേ ഈ കൃഷ്ണജന്മം നാം അറിഞ്ഞു കാണില്ല. എങ്ങനെയാണെങ്കിൽ മഹാഭാരതം വേദവ്യാസ മഹർഷി എഴുതി, അതിനുശേഷം കൃഷ്ണനെ പോലെയുള്ള ഒരു വ്യക്തിയെ ചെറുപ്പം മുതൽക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് അതിന് പൊടിപ്പോ തങ്ങലോ ഒക്കെ വച്ച് ജനങ്ങൾക്ക് അങ്ങോട്ട് പ്രദാനം ചെയ്താൽ അവർക്ക് പാടാനും ആടാനും രസിക്കാനും ആലോചിക്കാനും ചിന്തിക്കാനും ചർച്ച ചെയ്യാനും വേണ്ടി വന്നാൽ ഡിബേറ്റ് ചെയ്യാനും എല്ലാറ്റിനും വക നൽകിക്കൊണ്ടുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യാം എന്ന് പറഞ്ഞാണ് വേദവ്യാസ മഹർഷി ഒരു സമ്പൂർണമായി ഒരു പാരമഹംസ്യ സംഹിതയായ 18,000 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭാഗവതം രചിച്ചത്. അപ്പോഴാണ് കൃഷ്ണൻ പ്രസിദ്ധനായത്. വേദവ്യാസ മഹർഷി ഈ ശ്രീമദ് ഭാഗവതം രചിച്ചതോടുകൂടി ഈ ഭാരതമല്ല ലോകം മുഴുവനും കൃഷ്ണമയമായി കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടാണ് ഇത് എഴുതിയത്. അപ്പോൾ ഭുവനപാവനീം തവ ലീലാം ഉദ്ഗായൻ എന്ന് പറയുന്നത് അക്ഷരം പ്രതി ശരിയാ. ഭുവനത്തെ മുഴുവൻ പാവനമാക്കി തീർക്കുന്ന അങ്ങയുടെ ലീലാ പ്രകടനങ്ങളെ തൊണ്ട തുറന്ന്, മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് ഞാൻ അങ്ങോട്ട് പാടി കേൾപ്പിക്കാൻ പോവാണ്. അതിനുവേണ്ടി എനിക്ക് അനുജ്ഞ തരണം എന്ന് പറയുന്നു. അതിന് കൃഷ്ണൻ അത് കേട്ട് മറുപടി പറയുന്നു. ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിത തച്ഛിക്ഷയൻ ലോകമിമം ആസ്ഥിത പുത്രമാഖിത. ഇതൊക്കെ കേട്ടു. ആദ്യം ഇതേ കൃഷ്ണനാണ് നാരദ മഹർഷി വന്നപ്പോൾ സത്കരിച്ചത്. അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കഴുകി ആ പാദപ്രക്ഷാളന ജലം തൻ്റെ ശരസിൽ പ്രോക്ഷിച്ച് രുക്മിണിയുടെ തലയിലും പ്രോക്ഷണം നടത്തിയതൊക്കെ കൃഷ്ണനാണ്. ആ കൃഷ്ണൻ ഇപ്പോൾ ഇത് കേട്ടിട്ട് പറയാണ്, ഹേ ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം, ഞാൻ ധർമ്മം പ്രതിപാദിക്കുന്നവനാണ്. ശരിയായിട്ടുള്ള ധർമ്മം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം. അത് പ്രകടമാക്കുന്നത് എങ്ങനെ, സങ്കീർണ പരിതസ്ഥിതികളിൽ പോലും എന്ന് വെളിപ്പെടുത്തുന്നതും എൻ്റെ ധർമ്മമാണ്, എൻ്റെ കൃത്യമാണ്. ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിത. ഈ ധർമ്മം രചിക്കുക, ധർമ്മം എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതിൻ്റെ രൂപകൽപ്പന ചെയ്യുന്നത് അതും ഞാനാണ്. ധർമ്മശക്തി എന്ന് പറയുന്ന ഒന്ന് ലോകത്തിലുണ്ടെങ്കിൽ ഈ ലോകത്തിനെ സന്ധാരണം ചെയ്യാൻ അതിൻ്റെ രചയിതാവും ഞാനാണ്. തദനുമോദിത. എവിടെയൊക്കെ നല്ല മനുഷ്യരുണ്ടോ, ധർമാത്മാക്കളുണ്ടോ, അവരെയൊക്കെ അനുമോദിച്ച് ധർമാചരണത്തിന് വേണ്ട പോഷണം നൽകുന്നതും ഞാനാണ്. തച്ഛിക്ഷയൻ ലോകമിമം ആസ്ഥിത പുത്രമാഖിത. അതിന് ഞാൻ ജനങ്ങൾക്ക് വേണ്ടതുപോലെ പഠിപ്പിക്കുന്നു അവസരങ്ങൾ വരുന്ന സമയത്ത്. അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുവനാണ് ഞാൻ എന്ന് ഹേ പുത്ര മനസ്സിലാക്കിക്കൊള്ളൂ. ഒരു വിധത്തിലും ഖേദിക്കണ്ട, അങ്ങക്ക് പോവാം, ഞാനതിന് അനുജ്ഞ തരണു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഇവിടെ. ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിത തച്ഛിക്ഷയൻ ലോകമിമം ആസ്ഥിത പുത്രമാഖിത. ഒരു ഭാഗത്ത് നാരദ മഹർഷിയെ സത്കരിച്ചു. നാരദ മഹർഷിയെല്ലാം കണ്ട് അനുജ്ഞ തരൂ എന്ന് പറഞ്ഞപ്പോൾ അതേ കൃഷ്ണൻ ആ വിനയാന്വിതനായി സത്കരിച്ച് പാദപ്രക്ഷാളനം നടത്തിയ കൃഷ്ണൻ ഇതാ ഒരു ആചാര്യനെ പോലെ, ഒരു ഉപദേഷ്ടാവിനെ പോലെ, ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം, അതുകൊണ്ട് ഇതൊക്കെ കണ്ടതുകൊണ്ട് അങ്ങ് ഒരു വിധത്തിലും പേടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട, പൊക്കോളൂ. ഞാൻ ഈ ലോകത്തിനെ പഠിപ്പിക്കാനും അവർക്ക് ദൃഷ്ടാന്തമായി തീരാനും വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ ചെയ്തത്. ഒരു ഗൃഹസ്ഥൻ എങ്ങനെ സ്വകാര്യം, പത്നികാര്യം, പുത്രകാര്യം, ബന്ധുകൃത്യം, മന്ത്രിവര്യന്മാരുടെ കാര്യങ്ങളെല്ലാം, പൗരന്മാരുടെ കാര്യങ്ങൾ, ഹാസ്യം, നർമ്മം, വിഹാരം, വിനോദം, ധർമാനുഷ്ഠാനം, ജപഹോമ ധ്യാനം, ബ്രാഹ്മണ സത്കാരം, ദാനം എന്നിങ്ങനെ പല കാര്യങ്ങളും ഒരു ജീവിതത്തിൽ എങ്ങനെയാണ് നാം ഉൾക്കൊള്ളേണ്ടത്, സമാന ബുദ്ധിയോടുകൂടി, സമാന ശ്രദ്ധയോടുകൂടി, ഒരു സമതുലിതമായിരിക്കുന്ന മനസ്സോടുകൂടി എല്ലാം എങ്ങനെ ഉൾക്കൊള്ളണം, സമഞ്ജസമാക്കി തീർക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇത്യാചരന്തം സദ്ധർമാൻ പാവനാൻ ഗൃഹമേധിനാം തമേവ സർവഗേഹേഷു സന്തമേകം ദദർശഃ. ശുഗൻ പറയാണ്, ശ്രീകൃഷ്ണൻ മറുപടി പറഞ്ഞതിന് ശേഷം, ഇത്യാചരന്തം സദ്ധർമാൻ, സത്തായിരിക്കുന്ന ധർമ്മങ്ങളെ മുഴുവൻ ഇതേപടിക്ക് ആചരിച്ചുകൊണ്ട്, പാവനാൻ ഗൃഹമേധിനാം, ഗൃഹമേധികൾ, ഗൃഹശ്രേഷ്ഠന്മാരുണ്ടല്ലോ, ഗൃഹസ്ഥന്മാരെ, അവർക്ക് എന്തെല്ലാം ധർമ്മങ്ങളുണ്ടോ ആ ധർമ്മങ്ങളെയാണ് കൃഷ്ണജീവിതത്തിൽ ആചരിച്ച് കാണിച്ചു കൊടുക്കുന്നത്. ഇത്യാചരന്തം സദ്ധർമാൻ പാവനാൻ ഗൃഹമേധിനാം. ഈ ധർമ്മങ്ങൾ കൊണ്ട് ഗൃഹമേധികൾക്ക് സ്വയം
ഒരു പാവനത്വം വരും. അതുവഴി അവർ ലോകത്തിനെയും പാവനമാക്കി തീർക്കും. തമേവ സർവഗേഹേഷു സന്തമേകം ദദർശഃ. ഇങ്ങനെ ധർമ്മമാചരിക്കുന്ന കൃഷ്ണനെയാണ് സർവഗേഹേഷു, എല്ലാ ഗേഹങ്ങളിലും എല്ലാ വീടുകളിലും സന്തമേകം ദദർശഃ, അന്തര്യാമിയായി എല്ലാ ദിക്കിലും പരിലസിക്കുന്ന ആ കൃഷ്ണൻ, ഒറ്റ കൃഷ്ണനെയാണ് ഇങ്ങനെ പലതരത്തിലായിട്ട് നാരദൻ കണ്ടത്. ഗീതയില് കൃഷ്ണൻ പറയുന്നു, എന്താ പറയുന്നത്? യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം ഗുരുതേ ലോകസ്തദനുവർത്തതേ. യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശഃ. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ. 3-ാമത്തെ അധ്യായത്തിലുള്ള പ്രധാനപ്പെട്ട 3 ശ്ലോകങ്ങളാണിത്. അർജുനോട് പറയാണ്. എപ്പോഴാ പറയുന്നത്? 13 കൊല്ലം പടയ്ക്ക് തയ്യാറെടുത്ത് പാശുപതാസ്ത്രമൊക്കെ ശിവന്റെ അടുത്ത് നിന്ന് സമ്മാനമായി മേടിച്ച് അനുഗ്രഹമായി മേടിച്ച് നിൽക്കുന്ന അർജുനൻ പടക്കളത്ത് വന്നപ്പോഴാണ് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് പേടിച്ച് വിഷണ്ണനായി വിഷാദമഗ്നനായി തേർത്തളത്തിലിരുന്നത്. ആ അർജുനനെ എഴുന്നേൽപ്പിക്കണം. അതിനു വേണ്ടി ഒരു ഉപദേശം കൊടുക്കേണ്ടി വന്നു. ആ ഉപദേശമാണ് പ്രധാനപ്പെട്ട ഒന്ന്. അതുപോലെ ഒരു ഉപദേശമാണ് ഉദ്ധവന് കൊടുക്കുന്നത്. അതിലേക്കാണല്ലോ നമ്മളിങ്ങനെ അടുത്തെത്തിക്കഴിഞ്ഞു. ഉദ്ധവന് കൊടുക്കുന്ന ഉപദേശത്തിന്റെ ആ രംഗമാണ് നമ്മളിപ്പോൾ ഇവിടെ വിവരിക്കുന്നത്. ദേവന്മാർ വന്ന് സ്തുതിച്ച് ബ്രഹ്മാവൊക്കെ പറയുകയാണ് വരണം എന്ന് തിരിച്ച്, അതാണല്ലോ രംഗം. അപ്പം അവിടെ പറയുമ്പോൾ പറയുകയാണ്, അർജുന, നീ എന്ത് പറഞ്ഞാലും ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് ശരിയല്ല. അർജുനൻ എന്ന് പറയുന്നവൻ ഉപായപ്പെട്ടൊരു പടയാളിയല്ല. എല്ലാവരും ആരാധിക്കുന്നവരും ദൃഷ്ടാന്തമായി കണക്കാക്കുന്നവനുമാണ്. അപ്പം ശ്രേഷ്ഠനായിരിക്കുന്ന നീ എന്ത് ചെയ്യുന്നുവോ അതാണ് ബാക്കിയുള്ളവരെ അനുകരിക്കുക. അതുകൊണ്ട് നീ ഈ കാര്യത്തിൽ മൂഢനായി പിന്തിരിഞ്ഞു പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് കാര്യകാരണങ്ങളോടുകൂടി ഒരു ഉദ്ബോധനം നൽകുന്നതാണ് രംഗം. യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം ഗുരുതേ ലോകസ്തദനുവർത്തതേ. ശ്രേഷ്ഠനായിട്ടുള്ളവൻ എന്താചരിക്കുന്നുവോ അത് കണ്ടിട്ടാണ് ബാക്കിയുള്ള ജനങ്ങൾ പിന്തുടരുക. അവർക്ക് സ്വയം ചിന്തിക്കാനോ ആലോചിക്കാനോ കണ്ടെത്താനോ ഉള്ള സമയമില്ല, പ്രാപ്തിയില്ല, അതിന് രുചിയില്ല. അപ്പം ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ ചെയ്താൽ അതൊരു മാതൃകയോ ഒരു ദൃഷ്ടാന്തമോ ആയി, ഒരു ഉദാഹരണമായി ബാക്കിയുള്ളവർ അതിനെ അനുസരിക്കും. സയത് പ്രമാണം ഗുരുതേ ലോകസ്തദനുവർത്തതേ. അദ്ദേഹം പ്രമാണമാക്കി ചെയ്യുന്നത് എന്തോ അതനുസരിക്കുക, അനുവർത്തിക്കുക, അതാണ് ലോകത്തിൻ്റെ ധർമ്മം. അത് എനിക്കും ബാധകമാണ്. യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ. നീ ഇപ്പോൾ പറയണു എനിക്ക് ഈ യുദ്ധം വേണ്ടാന്ന്. വാസ്തവത്തിൽ എനിക്ക് ജീവിതം തന്നെ വേണ്ട, ഒന്നും ആവശ്യമില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ആപ്തകാമനായി സ്വയംപൂർണനായിരിക്കുന്നവനാണ് ഞാൻ. എന്നാലും നീ വിളിച്ചപ്പോൾ തേരാളിയായിട്ട് എന്തിനാ വന്നത്? എന്താ അതിന് കാരണം? ഇപ്പം നിന്റെ തേരോടിച്ചത് കൊണ്ട് എനിക്ക് വല്ലതും കിട്ടാനുണ്ടോ? ഒന്നുമില്ല. യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ. ഒരു പക്ഷേ നീ വിളിച്ചിട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ നിന്റെ ഈ വിഷണ്ണാവസ്ഥയിൽ, ഈ ബുദ്ധിമുട്ടിൽ സഹായിക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. അപ്പം തേരാളിയായിട്ടാണ് നീ വിളിച്ചതെങ്കിലും ഞാൻ വരാൻ തീരുമാനിച്ചത് എൻ്റെ ഒരു കർത്തവ്യബോധം കൊണ്ടാണ്. ലോകത്തിൻ്റെ നന്മയെയും ഭദ്രതയെയും ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതാണ്. യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ. അതാത് സമയത്ത് ചെയ്യേണ്ട കർമ്മങ്ങളിൽ ശ്രദ്ധയില്ലാതെ, താല്പര്യമില്ലാതെ, രുചിയില്ലാതെ, ഉത്സാഹമില്ലാതെ ഞാൻ അങ്ങനെ മിണ്ടാതെ വിഷണ്ണനായിരുന്നുവെങ്കിൽ മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശഃ. കൃഷ്ണൻ ഇങ്ങനെ ഇരുന്നുവല്ലോ, ഞാനും ഇരുന്ന് കളയാം എന്ന് പറഞ്ഞ് എല്ലാവരും മടിയന്മാരാവും. അങ്ങനെ ലോകത്തിലുള്ളവരെ എല്ലാവരെയും മടിയന്മാരാക്കാൻ നിന്റെ ഈ കൃഷ്ണൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഉത്സാഹത്തോടു കൂടി, ശേഷിയോടും ക്ഷേമുഷിയോടും കൂടി എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. ന ബുദ്ധിഭേദം ജനയേതജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ. ആത്മജ്ഞാനം എന്ന് പറയുന്നത് വിശേഷപ്പെട്ട അറിവാണ്. അതൊരു ഉൾവിഭവമാണ്. ആ വിഭവം വേണ്ടതുപോലെ നമുക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഈ ലോകത്തിൽ പിന്നെ ഒരു കാര്യത്തിലും ഒരു രുചിയോ താല്പര്യമോ ഉണ്ടാവില്ല. എന്താ? എല്ലാ പ്രവൃത്തികളും പ്രത്യേക ഫലത്തെ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ്. സർവഫലവും അവസാനം ജനിപ്പിക്കുന്നത് മനസ്സിൽ സുഖ. ആത്മജ്ഞാനം കൊണ്ട് നിത്യനിരന്തര സുഖം നിറഞ്ഞിരിക്കും. അപ്പം പിന്നെ അയാൾക്ക് സുഖത്തിന് വേണ്ടി വല്ല പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, തീരെയില്ല. എന്നാൽ പിന്നെ എന്തിനാ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ആൾക്ക് ആത്മജ്ഞാനം കിട്ടി, സ്വയം പൂർണ്ണനായി. ബാക്കിയുള്ളവർ അങ്ങനെയുള്ള പൂർണ്ണന്മാരല്ല. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആ ഉൾവിഭവത്തിനെ പറ്റി, പൂർണ്ണതയെ പറ്റി ബാക്കിയുള്ളവർ അറിയില്ല.
ഇങ്ങോട്ട് പ്രവൃത്തിയൊക്കെ ഉപേക്ഷിച്ചാൽ അവരും വിചാരിക്കും ഇനി പ്രവർത്തിക്കേണ്ടെന്ന് പറഞ്ഞ് മടിയാവും അവർക്ക്. അത് പാടില്ല എന്ന്. ന ബുദ്ധിഭേദം ജനയേ അജ്ഞാനാം കർമ്മസംഗിനാം. കർമ്മത്തിൽ വളരെയധികം സംഘമുള്ള മനുഷ്യരിൽ അവരെ തെറ്റിപ്പിക്കുന്നതോ അതിൽ നിന്ന് വഴിതെറ്റിപ്പിക്കുന്നതോ ആയി ഒന്നും പറഞ്ഞു പോകരുത്. അവരുടെ മനസ്സിൽ വിക്ഷേപം ഉണ്ടാക്കരുത്, സംശയം ഉണ്ടാക്കരുത്. ജോഷയേ സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. എത്ര അറിവുള്ളവനും സ്വയം ജാഗ്രതയോടുകൂടി വ്യഗ്രതയോടുകൂടി കർമ്മം ചെയ്തുകൊണ്ട് അതാത് മണ്ഡലത്തിൽ വേണ്ടത് പ്രവർത്തിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെയും പ്രവൃത്തി നിരതന്മാരാക്കുകയാണ് വേണ്ടത്. ഇതെന്തിനാ ഞാനിവിടെ ഗീതയിൽ നിന്ന് ഈ 3 ശ്ലോകം ഉദ്ധരിച്ച് ബന്ധപ്പെടുത്തുന്നത്? കൃഷ്ണന്റെ ഗൃഹസ്ഥ ജീവിതത്തിൻ്റെ മഹിമ, അതിൻ്റെ ആ ബഹുമുഖ സ്വഭാവം, സാർവത്രികമായിരിക്കുന്ന വ്യഗ്രത, അതിൽ ആ സമഗ്രമായിരിക്കുന്ന ഒരു സമീപനം, ഇത് മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു മാതൃകയും ദൃഷ്ടാന്തവുമാകാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ ആരും വിചാരിച്ചു പോകരുത് 16,008 കല്യാണം കഴിക്കാൻ ഞാൻ ആർത്തി കൊണ്ടവനായിരുന്നു, ഒരു ഭാര്യയെ കൊണ്ടൊന്നും തൃപ്തിപ്പെടാവുന്നവനല്ല ഞാൻ, അങ്ങനെ വിചാരിക്കരുത്. ഈ 16,008 പേരോടുകൂടി കഴിഞ്ഞുകൊണ്ടിരുന്നത് 16,008 ദേഹങ്ങളായിരുന്നു, ഒരു ദേഹമല്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ജനങ്ങൾക്ക് ഒരു മാതൃകയാവട്ടെ. അവർ ഇത് അനുസ്മരിക്കട്ടെ, ചിന്തിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ, അനുസരിക്കട്ടെ. അങ്ങനെ പലതും പറഞ്ഞും പാടിയും പുകഴ്ത്തിയും അങ്ങനെ കഴിഞ്ഞാൽ അവരുടെ മനസ്സിലൊരു സാന്ത്വനം, ഒരു ആശ്വാസം, ഒരു ആഹ്ലാദം, ഒരു തരത്തിലൊരു ഉന്മത്തത തന്നെ ഉണ്ടാവാൻ വിരോധമില്ല. ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിത തച്ഛിക്ഷയൻ ലോകമിമം ആസ്ഥിത പുത്രമാഖിത ഇത്യാചരന്തം സദ്ധർമാൻ പാവനാൻ ഗൃഹമേധിനാം തമേവ സർവഗേഹേഷു സന്തം ഏകം ദദർശഃ കൃഷ്ണസ്യാനന്ദവീര്യസ്യ യോഗമായാ മഹോദയം മുഹുർദൃഷ്ട്വാ ഋഷിഃ അഭൂത് വിസ്മിതോ ജാതകൗതുകഃ. ഈ ശ്ലോകപ്രകാരം നാരദൻ പിന്നെയും ഈ യോഗമായയെ കുറിച്ച് ആ യോഗമായാ മഹോദയം അനന്തവീര്യസ്യ കൃഷ്ണസ്യ, അവിടെ ഉപയോഗിക്കുന്ന പദങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയും കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ കൃഷ്ണൻ സാമാന്യ മനുഷ്യനല്ല. അദ്ദേഹത്തിൻ്റെ പ്രഭാവമോ അദ്ദേഹത്തിൻ്റെ താതാത്മ്യമോ സാധാരണക്കാരിലുള്ളതല്ല. അനന്തവീര്യസ്യ കൃഷ്ണസ്യ യോഗമായാമഹോദയം. യോഗമായാമഹോദയം എന്നാണ് പദം. അനന്തവീരനായിരിക്കുന്ന കൃഷ്ണന്റെ യോഗമായാമഹോദയത്തെ, യോഗമായയുടെ ആ പരിലസനം, അതിൻ്റെ ആ പ്രകാശം, വിസ്താരം, മഹിമ, അതിൻ്റെ മേന്മ, അതിൻ്റെ അനന്തത, അത് മുഴുവനും കണ്ട് മുഹുർദൃഷ്ട്വ, വീണ്ടും വീണ്ടും കണ്ട് ഋഷി നാരദ മഹർഷി അഭൂത് ഭവിച്ചു. എങ്ങനെ? വിസ്മിതോ ജാതകൗതുകഃ, വളരെയധികം അത്ഭുത സ്തബ്ധനായി അത്രേ നാരദ മഹർഷി. ജാതകൗതുകഃ, അദ്ദേഹത്തിന് നല്ല കൗതുകം തോന്നി ഈ കണ്ടതിൽ മുഴുവൻ. ഇത്യർത്ഥകാമധർമ്മേഷു കൃഷ്ണേന ശ്രദ്ധിതാത്മന സമ്യക് സഭാജിത പ്രീത തമേവാനുസ്മരണ്യയൗ. ഇത്യർത്ഥകാമധർമ്മേഷു കൃഷ്ണേന ശ്രദ്ധിതാത്മന. അതുവരെ ഹരിഭജനം ചെയ്ത് ഹരികീർത്തനങ്ങൾ പാടിക്കൊണ്ട് നടന്നുകൊണ്ടിരുന്ന, തമ്പൂരും വീണയായിട്ട് നടന്നുകൊണ്ടിരുന്ന നാരദന് ഇപ്പോൾ പുതിയൊരു പിടിവള്ളി കെട്ടി. എന്താ ഇത്? ഈ ഹരി, നമ്മുടെ മനസ്സിൽ സാങ്കല്പികമായിരിക്കുന്ന ഒരു ഹരിയുണ്ട്, പരമകല്യാണ നിധി. അത് മനസ്സിൽ ധ്യാനിക്കാനും ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഉണരാനുമുള്ളതാണ്. ഇപ്പം ഞാൻ കണ്ണു തുറന്ന് നേരിട്ട് കണ്ടിരിക്കുന്നു ആ ഹരിയുടെ ഒരു പൂർണ്ണാവതാരം കൃഷ്ണനെ. ആ കൃഷ്ണനെക്കുറിച്ച് അർത്ഥകാമധർമ്മേഷു ശ്രദ്ധിതാത്മന കൃഷ്ണേന. അർത്ഥകാമധർമ്മേഷു, ധർമ്മത്തിലും അർത്ഥത്തിലും കാമത്തിലും. പുരുഷാർത്ഥങ്ങൾ 4ആണല്ലോ: ധർമ്മം, അർത്ഥം, കാമം. അതിൽ ധർമ്മം എന്ന് പറഞ്ഞാൽ വളരെ ചിട്ടയോടുകൂടി, നിയന്ത്രണത്തോടുകൂടി, മിതമായി, അടക്കി ഒതുക്കി ജീവിക്കുക, അതാണ് ധർമ്മം. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് കാമങ്ങളും ഭോഗങ്ങളുമെല്ലാം ധാരാളം അനുഭവിക്കാം. അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൃഷ്ണൻ എങ്ങനെയാ? ശ്രദ്ധിതാത്മന കൃഷ്ണേന. ഇതിൽ ഒരു കാര്യത്തിലൊരു അശ്രദ്ധ കണ്ടിട്ടില്ല. കുട്ടികളെ ലാളിക്കുന്നതിലാണെങ്കിൽ അതിൽ, യുദ്ധം ചെയ്യുന്നതാണെങ്കിൽ അതിൽ, സന്ധി സംഭാഷണമാണെങ്കിൽ അത്, സജ്ജനങ്ങളുടെ ഭദ്രത ഉറപ്പുവരുത്തേണ്ട കാര്യമാണെങ്കിൽ അത്, ഇങ്ങനെ എല്ലാറ്റിലും വേണ്ടതുപോലെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് സമ്യക് സഭാജിത പ്രീത. അങ്ങനെയുള്ള ഒരു കൃഷ്ണൻ എന്ത് ചെയ്തു? നാരദൻ വിട പറയാനായിട്ട് പുറപ്പെട്ടു വന്നപ്പോൾ സമ്യക് സഭാജിത, ആ നാരദനെ വേണ്ടതുപോലെ പൂജിച്ച് സത്കരിച്ച് സമ്മാനവാക്കുകളൊക്കെ പറഞ്ഞ്
അദ്ദേഹത്തിന് പറഞ്ഞയച്ചു. തമേവാനുസ്മരണ്യയൗ, ആ കണ്ടത് മുതൽക്ക് ദ്വാരക സന്ദർശനം, കൃഷ്ണൻ്റെ ഗൃഹസ്ഥ ജീവിതം പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള സഞ്ചാരം, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നാരദൻ്റെ മനസ്സിൽ ഹരി ഹരി ഹരിഭജനം എന്നുള്ളതിന് പകരം ഒക്കെ കൃഷ്ണജീവിതം കൃഷ്ണജീവിതം കൃഷ്ണസ്മരണ, കൃഷ്ണൻ്റെ ഗൃഹസ്ഥ ജീവിതത്തിലുള്ള ഓരോ ദൃശ്യങ്ങളും ഇതാണ് ഓർമ്മ വന്നത്. ഇത്യർത്ഥകാമധർമ്മേഷു കൃഷ്ണേന ശ്രദ്ധിതാത്മന സമ്യക് സഭാജിതഃ പ്രീതഃ തമേവാനുസ്മരണ്യയൗ. അതിനെ മാത്രം സ്മരിച്ചുകൊണ്ട് നാരദ മഹർഷി അങ്ങനെ പോയി അത്രേ. പ്രേക്ഷകരെ, നിങ്ങൾ ഈ കേട്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിലും അതുപോലെ ആ കൃഷ്ണജീവിത സ്മരണ വരുമോ വരില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഭൂമാനന്ദ സ്വാമിജി ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിൽ അതേമാതിരിയുള്ള കൃഷ്ണസ്മരണ അങ്ങനെ പൊങ്ങി പൊങ്ങി തങ്ങി തങ്ങി അങ്ങോട്ട് നിൽക്കണം, സമുദ്രത്തിലെ അല പോലെ. ആരാ ഇങ്ങനെ ഒന്ന് എഴുതി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക? നിങ്ങളുടെ അച്ഛൻ്റെയോ മുത്തച്ഛൻ്റെയോ ജീവിത രീതിയെക്കുറിച്ച് ആരെങ്കിലും ഒരു പുസ്തകം എഴുതി നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിനെക്കുറിച്ച് നിങ്ങളുടെ പുത്രനോ പുത്രിയോ എഴുതുമോ? ഇങ്ങനെ ഒരെണ്ണം എഴുതാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ പറയും, എൻ്റെ അച്ഛൻ അങ്ങനെയാണ്, അവിടെ പോയി, ആഫ്രിക്കയ്ക്ക് പോയി, അമേരിക്കയ്ക്ക് പോയി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ചില കേമ്മരൊക്കെ ഉണ്ട് ഇവിടെ. എന്നാൽ ഒരു പുസ്തകം എങ്ങനെ എഴുതിയുണ്ടാക്കി എല്ലാവർക്കും രുചി തോന്നുന്ന ഒരു പുസ്തകം, ആർക്ക് വായിച്ചാലും അതിലിഷ്ടം തോന്നണം. ഇതിപ്പോൾ എങ്ങനെയാ? സ്വാദു പദേ പദേ. ഈ ശ്രീമദ് ഭാഗവതത്തിലുള്ള ഓരോ വാക്കിനും സ്വാദിഷ്ടമാണത്. ഓരോ വാക്കും സ്വാദാണ്. എങ്ങനെ? പദേ പദേ. അതിലുള്ള ഓരോ പദവും. ഞാൻ ഒരു വൈരാഗ്യമാണ്, സന്യാസിയാണല്ലോ. സന്യാസിക്ക് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ കൂടപ്പറപ്പാണ്. അങ്ങനെ ഞാൻ തികഞ്ഞ ഒരു വൈരാഗ്യമാണ്. അപ്പം ഞങ്ങളെപ്പോലെയുള്ളവർ ഇഷ്ടപ്പെടുന്നത് ഉപനിഷത്തും ശാസ്ത്രങ്ങളുമൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഈ ശ്രീമദ് ഭാഗവതം വായിക്കുന്ന സമയത്ത് എപ്പോൾ അതിൻ്റെ സംസ്കൃത ശ്ലോകങ്ങൾ ഏത് ഭാഗമെടുത്ത് വായിച്ചാലും അതിൽ ആ സംസ്കൃതമായതുകൊണ്ടും അതിൻ്റെ രചനാവൈഭവം, അതിൽ ഉള്ളടങ്ങിയിട്ടുള്ള ഒരു സംസ്കാരം, ഒരു ധന്യത, ഒരു ദിവ്യത്വം, അതിനുള്ള ഒരു മാധുര്യം, അത് വളരെ വിശേഷപ്പെട്ടതാണ്. എവിടെ ഏത് വേണമെങ്കിൽ നിങ്ങൾ വായിച്ചോളൂ. ഇവിടെ ഇത്ര നേരം ഞാൻ പറഞ്ഞത് കൃഷ്ണൻ്റെ ഗൃഹസ്ഥ ജീവിതമാണ്. ഇനി പറയാൻ പോകുന്നതും കൃഷ്ണൻ്റെ ഉപദേശവാക്യങ്ങളാണ്. ഞാനൊക്കെ ഗീതയാണല്ലോ, ഉപനിഷത്തുകളാണല്ലോ ഞങ്ങൾ സംസാര വിഷയമാക്കാറുള്ളത്. അതിനും ഇതിനും കൂടി ഒരു മാറ്റവും എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല. അത് എത്രത്തോളം ഉത്തുംഗമോ ഉത്സാഹജനകമോ ആഹ്ലാദോന്മത്തത ഉണ്ടാക്കുന്നതോ അതേമാതിരി ഇത് ആനന്ദമഗ്നത ഉണ്ടാക്കുന്നതാണ്. ഒരു വ്യത്യാസവും. സ്വാദു പദേ പദേ, സ്വാദു ദിനേ ദിനേ. ഓരോ ദിനം ചെല്ലുന്തോറും ഭാഗവത പരിചയം കൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്നത് ഈ പദങ്ങളിലും അവ സൂചിപ്പിക്കുന്നതായ ആശയങ്ങളിലും അവ ഉൾക്കൊള്ളുന്നതായ മാനങ്ങൾ, പരിമാണങ്ങൾ, ഡയമെൻഷൻസും ഇതൊക്കെ അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ മകിഴ്ന്ന് അങ്ങനെ പൊന്തി കിടക്കാനേ ഉള്ളൂ. നോക്കൂ, വേദവ്യാസ മഹർഷി എന്താ പറയുന്നത്, ശുഗൻ എന്ത് പറഞ്ഞു ധരിപ്പിക്കുന്നു? ഏവം മനുഷ്യപദവീം അനുവർത്തമാനോ, ഏവം മനുഷ്യപദവീം അനുവർത്തമാനോ നാരായണോ അഖിലഭവായ ഗൃഹീതശക്തി രേമേംഗ ഷോഡശസഹസ്രവരാംഗനാനാം സവ്രീഡ സൗഹൃദ നിരീക്ഷണ ഹാസജുഷ്ട. എത്ര ഭംഗിയായിട്ട് വൃത്തം മാറ്റി അവിടെ ഒരു ശ്ലോകം പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഒരു വിവരണ. ഇനി വിവരണം പറഞ്ഞതിന് അവസാനം ഒരു പരിസമാപനം. ഏവം മനുഷ്യപദവീമനുവർത്തമാനോ നാരായണോ അഖിലഭവായ ഗൃഹീതശക്തി രേമേംഗ ഷോഡശസഹസ്രവരാംഗനാനാം സവ്രീഡ സൗഹൃദ നിരീക്ഷണ ഹാസജുഷ്ട. ഏവം ഇപ്രകാരം മനുഷ്യപദവീം അനുവർത്തമാനോ. മനുഷ്യൻ, ആ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു പദവിയാണ്. മനുഷ്യനായി ജനിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ ജീവജാലങ്ങൾ ഭൂമണ്ഡലത്തിലുണ്ട്. 86 ലക്ഷം ഉണ്ടെന്നൊക്കെയാണ് നമ്മുടെ പുരാണങ്ങൾ പറയുക. ഞാൻ മുമ്പും പറയാറുണ്ട്. ആ 86 ലക്ഷത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ചരാചരങ്ങൾ പലതും ഉണ്ട്. അതിൽ ഇഴജന്തുക്കളിൽ നിന്ന് തുടങ്ങി, അണുക്കളിൽ നിന്ന് തുടങ്ങി, പറക്കണതുണ്ട്, ഇഴയണതുണ്ട്, വെള്ളത്തിൽ നീന്തണതുണ്ട്, നടക്കണതുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അവസാനം മനുഷ്യജന്മം എന്ന് പറയുമ്പോൾ തല പൊക്കിപ്പിടിച്ച് 2 കാലിൽ നിൽക്കുന്ന ഒരു ഉത്തംഗ ജീവിയാണ് ഈ മനുഷ്യൻ. ആ മനുഷ്യനായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ
വലിയ ഒരു പ്രമോഷനാ, ഒരു ഉന്നതിയാത്. മനുഷ്യ പദവിയും ആ പദവിയാ. നിങ്ങൾ വിചാരിക്കും ഞാൻ മനുഷ്യനായി ജനിച്ചു, എനിക്ക് ഒരു പദവിയില്ല. പദവിയൊക്കെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ക്യാബിനറ്റ് മന്ത്രിമാർക്ക്. ഭാഗവതം പറയണത് അങ്ങനെയല്ല. നിങ്ങളുടെ മനുഷ്യത്വം തന്നെ ഒരു വലിയ പദവിയാണെന്ന് അത് മനസ്സിലാക്കൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒക്കെ ആയി. ആ മനുഷ്യ പദവിയെ അന്വർത്ഥമാവത്തക്ക വിധത്തിൽ വേണം നിങ്ങൾ ചിന്തിക്കാനും പെരുമാറാനും നന്മ ഉൾക്കൊള്ളാനും. ഇപ്രകാരം മനുഷ്യ പദവിയും അനുവർത്തമാനഃ. മനുഷ്യനായി ജനിച്ചാൽ കൃഷ്ണനെ പോലെ വേണം ജീവിക്കാൻ. ഒരു വിധത്തിലും ഒന്ന് കരയുക. എന്തിനാ ഈ കരയുന്നത്? എന്താ ആവശ്യം? ഈ ലോകം നിങ്ങളുടെയാണോ? നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളുടെയാണോ? നാം ജനിച്ചത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല. കണ്ണുമിഴിച്ച് നോക്കുമ്പോൾ നമുക്ക് കയ്യും കാലും ഒക്കെ ഉണ്ട്, ഒരു മനസ്സുമുണ്ട്, ഒരു ബുദ്ധിയുണ്ട്. ഇതൊക്കെ നമ്മുടെയാണോ? അല്ല. അച്ഛനമ്മമാർ രചിച്ചതാണോ? അല്ല. ഈ ഭൂമിയോ തെല്ലുമല്ല. ഇവിടെ എന്താ നമ്മുടെ എന്ന് പറയാനുള്ളത്? 60, 70, 80, 90, 100 കൊല്ലം നാം ഇവിടെ ജീവിച്ചു പോണു. എത്രയോ ആൾക്കാർ ജീവിച്ചു പോയി, നമ്മളും ജീവിച്ചു പോകും. അപ്പം ഇതിൽ എന്തിനാ അനാവശ്യമായിട്ടിരിക്കും ഒരു മമത, അനാവശ്യമായിരിക്കുന്ന ഒരു തോന്നൽ? എൻ്റെ ആ തോന്നൽ വരുമ്പോഴാണല്ലോ നമുക്ക് ഈ സങ്കടം വരുന്നത്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ കല്യാണം കഴിച്ചത് എന്തിനാ? സന്തോഷമായിട്ടിരിക്കാനാ. കുട്ടികളുണ്ടായതോ അതും വിട്ടു സന്തോഷിക്കാനാ. കല്യാണവും കഴിഞ്ഞു, കുട്ടികളും ഉണ്ടായി. എല്ലാവരും എന്നോട് വന്ന് പറയണത്, സ്വാമിജി പ്രാരബ്ധം. കല്യാണം കഴിച്ചു, കുട്ടികൾ ഉണ്ടായി, ഇത് സന്തോഷത്തിനല്ലേ ഉണ്ടായിരിക്കുന്നത്? ഒരു വീട് കെട്ടിയത് സന്തോഷത്തിനല്ലേ? എന്നിട്ട് അതിലിരിക്കുമ്പോൾ സ്വാമിജിയെ പോലെയല്ല ഞങ്ങളുടെ പ്രാരബ്ധം എന്ന് പറയും. ഇതെന്താ? അതെനിക്ക് തോന്നുന്നു വിവേകമില്ലാത്തത് കൊണ്ടാണ്, ഭക്തിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. മനുഷ്യ പദവീം അനുവർത്തമാനഃ. കൃഷ്ണൻ എങ്ങനെ ജീവിച്ചുവോ അതേമാതിരി വേണം നിങ്ങൾ ജീവിക്കാൻ. നാരായണോ അഖിലഭവായ ഗൃഹീതശക്തി. വാസ്തവത്തിൽ ഈ ജനിച്ചതും ഞാൻ കണ്ടതും നാരായണനെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാ? അഖിലഭവായ, എല്ലാവരുടെയും അഭ്യുദയത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ടാ. സാധാരണ നിങ്ങളൊക്കെ എങ്ങനെയാ? ഞാനോ എൻ്റെ വീട്ടുകാർ നന്നായിരിക്കണം, അയൽവക്ക വീട്ടുകാരെ പറ്റി ആലോചിക്കുകയില്ല. ആ ഇടുങ്ങിയ മനസ്സ് പോയി ലോകത്തിലെ എല്ലാവരെയും കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അതുണ്ടായാൽ സുഖമായി പൊന്തി പൊന്തി വരും. ഗൃഹീതശക്തി, എല്ലാ വിധത്തിലുള്ള ശക്തിയെയും ഉൾക്കൊണ്ട് എല്ലാവരുടെയും അഭ്യുദയത്തിന് വേണ്ടി ജനിച്ചിട്ടുള്ള നാരായണൻ. രേമേ അംഗ, ആ നാരായണനാണ് ഹേ അംഗ. രേമേ സന്തോഷിച്ചു കൊണ്ടിരുന്നു അത്രേ. ഷോഡശസഹസ്രവരാംഗനാനാം, 16,000 സ്ത്രീകളോടുകൂടി. എങ്ങനെയാ? സംവ്രീഡ സൗഹൃദ നിരീക്ഷണ ഹാസജുഷ്ട. 16,000 പേര് 16,000 ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിനെ നോക്കി വേണ്ടത്ര ലജ്ജയോടും, സ്ത്രീ സഹജമായിരിക്കുന്ന ലജ്ജ, അത് സഹജമായിട്ടുള്ള സ്നേഹം, അവരുടെ നോട്ടം, അവരുടെ വീക്ഷണം, അവരുടെ പുഞ്ചിരി, ഇതെല്ലാം കൊണ്ടും കൃഷ്ണൻ്റെ അടുത്ത് അവർക്ക് എപ്പോഴും ഈ മാതിരിയുള്ള ഭാവങ്ങളേ ഉള്ളൂ. ഇതിനു മുൻപ് ചില ഭാഗത്തൊക്കെ നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരൂ എന്ന് പറഞ്ഞ് ദ്രൗപദി ചോദിച്ചപ്പോൾ എല്ലാവരും അവരുടെ ദാമ്പത്യത്തിൽ സന്തോഷം രേഖപ്പെടുത്തുക ചെയ്തത്. ഇനിയും ജന്മജന്മങ്ങൾക്ക് ഞങ്ങൾക്ക് കൃഷ്ണനെ തന്നെ ഭക്താവായി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടായിരുന്നു എല്ലാവരും നൽകിയത്. അങ്ങനെ എല്ലാവരുടെയും ലജ്ജയും സ്നേഹവും നോട്ടവും എല്ലാം നോക്കി സന്തോഷിച്ചുകൊണ്ടാണ് കൃഷ്ണൻ ജീവിച്ചത്. അതിൽ സ്വല്പമെങ്കിലും ഒരു ദുഃഖമോ ഒരു വിഷമമോ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ് ദേവന്മാർ സ്തുതിച്ചതിലുള്ളത്. നോക്കിക്കോളൂ. ഇങ്ങനെ സ്ത്രീകളെല്ലാവരും നോക്കി വളരെ ഹാസം പുഞ്ചിരിയോടുകൂടി സന്തോഷിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞത് ഓർമ്മ വയ്ക്കണം. സ്മായാവലോകലവദർശിത ഭാവഹാരി ഭ്രൂമണ്ഡല പ്രഹിത സൗരത മന്ത്രശൗണ്ടൈ പത്ന്യസ്തു ഷോഡശസഹസ്രമനംഗബാണൈ യസ്യേന്ദ്രിയം വിമഥിതും കരണൈർന വിഭ്യ. കൃഷ്ണന്റെ ഗൃഹസ്ഥ ജീവിത മഹാത്മ്യം, അതിൻ്റെ അനിതര സാധാരണത്വം, അതിൻ്റെ അപൂർവ മഹിമ, ആ ഉത്തുംഗമായിരിക്കുന്ന ഒരു നിസ്സംഗത വെളിപ്പെടുത്തണമെങ്കിൽ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഓർമ്മ വയ്ക്കണം. ഒരു ഭാഗത്ത് ഇവിടെ പറയുകയാണ് ശ്രീമദ് ഭാഗവതം എന്ത്? 16,000 ഭാര്യമാർ വളരെ സ്നേഹമസൃണമായ രീതിയിൽ അദ്ദേഹത്തെ സമീപിച്ച് വളരെ സ്നേഹപൂർണമായി നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടും സമീപിച്ചുകൊണ്ടും സേവനം ചെയ്തുകൊണ്ടും വരുന്നു. അങ്ങനെ പരമസന്തുഷ്ടനായിട്ടാണ് കഴിഞ്ഞത്. അങ്ങനെ കഴിയാൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു? ഇവരിങ്ങനെ എന്തെല്ലാം ചെയ്താലും അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരിക്കലും
ഇതൊക്കെ കണ്ടിട്ട് ഒരു ക്ഷോഭമോ അല്ലെങ്കിൽ ഒരു കൂടുതലായിട്ടുള്ളൊരു ആകർഷണമോ ഒരൊട്ടലോ ഉണ്ടായിട്ടില്ല എന്ന്. അതാണ് മുമ്പ് പറഞ്ഞത്. ഞാനിത് വെറുതെ പായിച്ച് പതുക്കെ ഒന്ന് പറയാം. മുമ്പ് വിവരിച്ച ശ്ലോകമാണ്. സ്മായാവലോകലഭദർശിത ഭാവഹാരി ഭ്രൂമണ്ഡല പ്രഹിത സൗരതമന്ത്രശൗണ്ടൈ പത്ന്യസ്തു ഷോഡശ സഹസ്രമനംഗബാണൈ യസ്യേന്ദ്രിയം വിമഥിതും കരണൈർന വിഭ്യ. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്രയധികം ഭാര്യമാർ അവരുടെ നോട്ടം കൊണ്ടോ സൗരത സന്ദേശം കൊണ്ടോ കൃഷ്ണന്റെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള ഇളക്കമോ ചാഞ്ചല്യമോ ഉണ്ടാക്കാൻ ഒരൊറ്റ ആൾക്കും സാധിച്ചിട്ടില്ല എന്ന്. അദ്ദേഹം ആത്മപൂർണനായി ആത്മബലത്തിൻ്റെ ആ ഉത്തുംഗഭാവമായി എല്ലാ സമയത്തും അങ്ങനെ നിറഞ്ഞ് തുളുമ്പിക്കൊണ്ടാണിരുന്നത്. അദ്ദേഹത്തിൽ സ്വവൈഭവം എന്ന് പറയുന്നു. യാനീഹ വിശ്വവിലയോദ്ഭവവൃത്തിഹേതു കർമാണ്യനന്യ വിഷയാണി ഹരിശ്ചകാര യസ്ത്വംഗായതി ശൃണോത്യനുമോദതേവ ഭക്തിർഭവേദ് ഭഗവതി ഹ്യപവർഗമാർഗേ. ഇതൊക്കെ എന്തിനാ പറയുന്നത്? ശ്രീമദ് ഭാഗവതം ഒരു ഭക്തിഗ്രന്ഥമാണല്ലോ. ആ ഭക്തിഗ്രന്ഥത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിനാണ് ആദ്യന്തം സ്ഥാനം, അതും സമ്മതിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഗൃഹസ്ഥ ജീവിതത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് 16,000 ഭാര്യമാര് അവർ ചൊരിയുന്നതായ സ്നേഹമസൃണത, പുഞ്ചിരി, ഹാസം, വിലാസം ഇതുകൊണ്ട് സന്തുഷ്ടനായി ജീവിച്ചു എന്നിങ്ങനെ ചിത്രീകരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയാ, ശരിയോ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാ? ഗൃഹസ്ഥന്മാരുടെ മനസ്സിൽ ആകർഷണം തോന്നി അവർക്ക് സ്മരിക്കാനും പാടാനും കീർത്തനം ചെയ്യാനും ചർച്ച ചെയ്യാനും പറഞ്ഞു പരത്താനും എല്ലാം പറ്റുന്ന ഒരു വിഭവമാക്കി കൊടുക്കണമെന്നാണ്.